വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നിങ്ങൾ തമ്പനെയിലിൽ കണ്ട പോലെ ഓർഡിനറി ഗ്ലൈക്കോളിക് ആസിഡ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ കുറച്ച് റിവ്യൂസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതേപോലെ ഇത് വാങ്ങിക്കുന്നതിന് മുന്നേ എന്തൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്താണ് ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് നോക്കാം. ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു AHA ആണ്. AHA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഹൈഡ്രോക്സി ആസിഡ് എന്ന് പറയും. ഇനി അത് കുറച്ചും കൂടെ നമുക്ക് ബേസിക് ടേംസിൽ പറയുകയാണെങ്കിൽ AHA നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവരുടെ ഓർഡിനറിയുടെ ഇവർ ടോണർ ഇറക്കിയിരിക്കുന്ന സമയത്ത് ഇത് എക്സ്ഫോളിയേറ്റിംഗ് ടോണർ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇറക്കിയിരിക്കുന്നത്. ഇത് എക്സ്ഫോളിയേറ്റിംഗ് ടോണർ ആണെങ്കിലും ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല വേറെ പല രീതിയിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് നേരെ പ്രൊഡക്റ്റിലേക്ക് പോവാം. ഇതാണ് ഓർഡിനറി ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ എന്ന് പറയുന്ന സംഭവം. ഇത് ആക്ച്വലി 2 ml വരുന്നുണ്ട്. ഞാൻ 100 ml ചെറിയ ബോട്ടിലാണ് വാങ്ങിയത്. ബിക്കോസ് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് റിസ്ക് എടുത്തിട്ട് അത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതിന്റെ MRP എനിക്ക് തോന്നുന്നു 900 എന്തോ ആയിരുന്നു ഞാൻ വാങ്ങിക്കുമ്പോൾ. അതിന്റെ വലുതിന്റെ എനിക്ക് തോന്നുന്നു 1000 സംതിങ് ആണ്. ഐ ഡോണ്ട് റിമെമ്പർ, ഞാൻ കറക്റ്റ്ലി ഓർക്കുന്നില്ല. പക്ഷേ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തേക്കാം. അപ്പൊ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ചെറിയ ബോട്ടിൽ വാങ്ങി യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അത് മാത്രമല്ല, ഇത് ഒറിജിനൽ സാധനമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഇവിടെ, അതായത് ഈ ഭാഗത്തായിട്ട് ഒരു എന്താ പറയാ, പീൽ സോൾവർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പീൽ ചെയ്ത് കഴിഞ്ഞാല് ഇതിനുള്ളില് വേറൊരു ഭാഷയിൽ എന്തൊക്കെയോ എഴുതിയേക്കുന്നത് കാണാം. സോ ദാറ്റ് മീൻസ് അത് അവരുടെ ഒറിജിനൽ പ്രൊഡക്റ്റ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം. സോ ഇത് ഞാൻ ഏകദേശം ഇവിടം വരെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഈ പ്രൊഡക്റ്റിൽ അവർ എഴുതിയേക്കുന്നത് ഇത് വൺസ് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല ഈവനിങ് ടൈമിൽ മാത്രം അപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. സോ റൈറ്റ് ആഫ്റ്റർ ക്ലെൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ മുഖം ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ആക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് ഞാനിത് വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത്. അപ്പോൾ ആദ്യമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ബിക്കോസ് അന്നേരം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മിനിമലിസ്റ്റിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ ഒരു വീഡിയോയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് പോയി കാണുക കേട്ടോ. അപ്പം അത് ഞാൻ യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് യൂസ് ചെയ്ത് കഴിഞ്ഞ ഉടനെയാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. സോ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി സാലിസിലിക് ആസിഡ് ഓൾസോ ഒരു എക്സ്ഫോളിയന്റ് ഏജന്റ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ ഇത് അപ്ലൈ ചെയ്തപ്പോൾ ആദ്യം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാണ്. എൻ്റെ മുഖത്ത് ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സ് അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് ആയിട്ട് യൂസ് ചെയ്ത് തുടങ്ങി. ആദ്യമൊക്കെ അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. ഐ മീൻ സ്കിന്നൊക്കെ ഭയങ്കര ഗ്ലോയിങ് ആവുകയും എന്താ പറയുക നല്ല രീതിയിൽ വന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ചെറിയ ബംസ് വരാൻ തുടങ്ങി സ്കിന്നിൽ. മേ ബി ബിക്കോസ് ഓഫ് ഓവർ എക്സ്ഫോളിയേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക സ്കിൻ ബാരിയറിന് എന്തെങ്കിലും കോംപ്രമൈസ് പറ്റിയിട്ടുണ്ടാവാം. സോ ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു. ആൻഡ് ഞാനിത് ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തുള്ളൂ. ബട്ട് ഞാൻ ഈ സംഭവം യൂസ് ചെയ്തത് അതായത് 2-3 കാര്യങ്ങളിൽ നമുക്കിത് ബെനിഫിറ്റ് ഉണ്ട്. ആക്ച്വലി ഞാൻ ഇത്രയും എമൗണ്ട് കൊടുത്തിട്ട് എല്ലാവരോടും ഇത് വാങ്ങിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ബട്ട് ഇഫ് യു ക്യാൻ ട്രൈ ഇറ്റ്. ബിക്കോസ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിലാണ്. ഹെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിൽ നമുക്ക് ഇപ്പൊ അത്യാവശ്യമായിട്ട് ഭയങ്കര ഡാൻഡ്രഫ് ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഫ്ലേക്കി ആയിട്ടുള്ള ഡാൻഡ്രഫ് ആണെങ്കിൽ ഇത് വീക്ക്ലി വൺസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. എനിക്ക് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ വീക്ക്ലി വൺസ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ ഷാമ്പൂ ചെയ്ത് കളയാണ് ചെയ്യാറ്. ഞാൻ സ്കാൽപ്പിൽ കുറച്ചു നേരം വെക്കും, അതിനുശേഷം ഷാമ്പൂ ചെയ്ത് കളയാണ് ചെയ്യാറ്. അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഹെയർ ഫോളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ബേസിക്കലി പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ എന്താ പറയുക ഫ്ലേക്കി ആയിട്ടുള്ള ഡാൻഡ്രഫ് ഒക്കെ പോവാണ് ചെയ്യുക. അപ്പോൾ ഇത് അത്യാവശ്യം നിങ്ങൾ കുറച്ച് നാൾ യൂസ് ചെയ്താലേ ഇതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഞാൻ കുറച്ച് നാളെ യൂസ് ചെയ്തു, പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തില്ല. ഞാൻ പിന്നെ സ്റ്റോപ്പ് ചെയ്തു. ഡാൻഡ്രഫ് കുറച്ച് കുറഞ്ഞു ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അണ്ടർ ആംസിലും നീസില്, അതായത് ഈ ഭാഗം അണ്ടർ ആംസ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നുണ്ട്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുക, അങ്ങനെയായിരുന്നു. പക്ഷെ സ്റ്റിൽ എനിക്ക് എൻ്റെ ഈ ഒരു ഭാഗത്ത് എൽബോയുടെ ഇവിടെയൊക്കെ ആയിട്ട് എനിക്ക് അത്യാവശ്യം നല്ല ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിയിൽ
എന്താ പറയാ അവിടെ ഒന്ന് സോഫ്റ്റൻ ആവുകയും ഒന്ന് ചെറിയൊരു എന്താ പറയാ ആ റഫ്നെസ് ഒക്കെ പോയിട്ട് സോഫ്റ്റൻ ആവുകയൊക്കെ ചെയ്തു. കാരണം ബേസിക്കലി നമുക്ക് ഇവിടെയൊക്കെ കറുപ്പ് വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ബെഞ്ചിൽ ഇങ്ങനെ കൈകുത്തിരിക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോഴാണ് ഇവിടെയൊക്കെ മെയിനായിട്ട് കറുക്കുക. പിന്നെ നീസ് നമ്മൾ ചെറുപ്പത്തിലെ മുട്ടിലൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ളതാവാം. സോ അവിടുത്തെ കറുപ്പും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും എന്താ പറയാ ഞാൻ ഒരുപാട് സ്ലീവ്ലെസ് ഇടുന്ന ആളാണ്. അപ്പൊ എനിക്ക് ആക്ച്വലി ഡാർക്ക്നെസ് ഒരു കൺസേൺ അല്ലായിരുന്നു. പക്ഷെ എന്നാലും ഞാനത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ യൂഷ്വലി നമ്മൾ അണ്ടർആംസ് ഒന്നെങ്കിൽ ഞാൻ വാക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നമ്മുടെ സാധാരണ റേസർ യൂസ് ചെയ്തിട്ട് ചെയ്യുക. അപ്പം ഒബ്വിയസ്ലി എന്താ പറയാ വാക്സിങ്ങും റേസർ യൂസ് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് കോൺട്രവേഴ്സീസ് നടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ബേസിക്കലി തോന്നിയ കാര്യം വാക്സ് ചെയ്യുമ്പം അത്യാവശ്യം കുറച്ച് ഹെയർ വരുന്ന ടൈം കൺസിസ്റ്റൻസി കുറച്ച് കുറവായിരിക്കും. റേസർ യൂസ് ചെയ്ത് ചെയ്യുമ്പോഴത്തേനും കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഗ്രോത്ത് നടക്കും. അത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ഇത് യൂസ് ചെയ്തത് കൊണ്ട് എൻ്റെ അണ്ടർആംസ് ഡാർക്കൺ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. ബിക്കോസ് എനിക്ക് അങ്ങനെ ഒരുപാട് ഭയങ്കര ഡാർക്ക്നെസ് ഉള്ള കൂട്ടത്തിലും അല്ല. പക്ഷെ ഉള്ള ഡാർക്ക്നെസ് കുറച്ചും കൂടെ ലൈറ്റൻ ചെയ്യാനായിട്ട് എനിക്ക് ഈ സംഭവം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഈ പ്രൊഡക്റ്റിന്റെ ഗ്ലൈക്കോളിക് ആസിഡിന്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 7% ആണ്. pH 3.6 ആണ്. സോ ബേസിക്കലി ഇത് നിങ്ങൾ മുഖത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ സെൻസിറ്റീവ് സ്കിന്നും ഡ്രൈ സ്കിന്നുകാരും യൂസ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. നോർമൽ ടു ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാം. പക്ഷെ യൂസ് ചെയ്യുമ്പം വളരെയധികം ശ്രദ്ധിക്കുക. ഇതേപോലെ 2 എക്സ്ഫോളിയേറ്റിംഗ് ഏജൻസ് ഒരുമിച്ച് യൂസ് ചെയ്യാണ്ടിരിക്കുക. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. അത് മാത്രമല്ല ഇത് നല്ലപോലെ മുഖം ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം ഇത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യുക. ബിക്കോസ് ഇത് നമ്മൾ ഡ്രൈ ആക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുമ്പോഴും ഫസ്റ്റ് ടൈം നമുക്ക് ഇടുമ്പോഴത്തേനും ചെറിയൊരു ടിംഗ്ലിംഗ് സെൻസേഷൻ ഉണ്ടാവാറുണ്ട്. അത് നോർമൽ ആണെന്നാണ് പറയുന്നത്. ബട്ട് സ്റ്റിൽ നമുക്ക് എന്താ പറയാ ഇപ്പൊ ഒരുപാട് പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണ് എന്നാൽ അപ്പൊ അങ്ങനെ കുറച്ച് കൺസേൺഡ് ആയിട്ടുള്ളവർ വളരെ എന്താ പറയാ നോക്കിയും കണ്ട് യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഭയങ്കര എന്താ പറയാ ഒരു ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് ആണ്. പിന്നെ ഇതിന്റെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു സംഭവമാണ് മിനിമലിസ്റ്റിന്റെ ഗ്ലൈക്കോളിക് ആസിഡ്. അതും ഏകദേശം ഈ സെയിം എഫക്റ്റ് തന്നെയാണ്. പക്ഷെ ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞു തരുന്നത്. സോ ഇത് നിങ്ങൾ നിങ്ങളുടെ അണ്ടർആംസിനും എൽബോസിനും അല്ലെങ്കിൽ നീസിലൊക്കെ യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം എന്താ പറയുക നമ്മളിപ്പോൾ ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് നല്ലപോലെ നമ്മുടെ എന്താ പറയുക അപ്ലൈ ചെയ്യേണ്ട ഏരിയ ഒക്കെ നല്ലപോലെ ഡ്രൈ ആക്കിയതിന് ശേഷം കുറച്ച് കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഡാബ് ചെയ്തിട്ട് എവിടേക്കാണോ എനിക്ക് അപ്ലൈ ചെയ്യുന്നത് അവിടെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക ചെയ്യാറ്. സോ ഇത് നമുക്ക് ഒരു വാട്ടറി കൺസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആവുകയും ചെയ്യും. പിന്നീട് അത് കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല. ബിക്കോസ് അത് സ്കിന്നിൽ ഇരുന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. പിന്നെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്കാൽപ്പ് നല്ല രീതിയിൽ ഡ്രൈ ആക്കിയതിന് ശേഷം, അതായത് ഒട്ടും നനവോടുകൂടെ നമ്മൾ ഈ സംഭവം നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. സ്കാൽപ്പ് നല്ല രീതിയിൽ ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ഞാൻ അന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ തലയിൽ ഓയിലിങ് ചെയ്യണത് വളരെ കുറവാണ്. ഓയിലിങ് ചെയ്യാതെയാണ് ഞാൻ ഇത് ഡയറക്റ്റ് ആയിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തത്. എന്നിട്ട് ഹെയറിന്റെ എൻഡിൽ മാത്രം ഓയിൽ ചെയ്യുക ചെയ്യുന്നത്. അതിനുശേഷം ഷാമ്പൂ ഇടുകയാണ്. ഇപ്പൊ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ബിക്കോസ് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡാൻഡ്രഫ് കുറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഇതിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ ഇതിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചൊരു 2 weeks ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ എൽബോയിലും അണ്ടർആംസിലും നീസിലും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ നക്കിൾസിലെ കറുപ്പില്ലേ, അത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ചെറിയ രീതിയിലൊക്കെ കുറച്ച് കുറയുന്നുള്ളത് പോലെ എനിക്ക് തോന്നി. സോ ഇത് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ പൈസക്ക് വേർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേർത്താണ്. പിന്നെ ഇത്രയും പൈസ മുടക്കി നിങ്ങൾ വാങ്ങിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാങ്ങിക്കാനും ഞാൻ പറയില്ല. നിങ്ങൾക്ക് ട്രൈ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഇപ്പോൾ ഒരു കല്യാണം അല്ല കഴിക്കാൻ പോണ കുട്ടിയാണ്, അല്ലെങ്കിൽ എന്താ പറയുക കല്യാണത്തിൻ്റെ അന്ന് ഇവിടുത്തെ കറുപ്പൊക്കെ മാറിയിരിക്കണം, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വാങ്ങി നല്ല രീതിയിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വേർത്താണ്. ഇനി നിങ്ങൾ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലൈക്കോളിക് ആസിഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൂടെ യൂസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഉണ്ട്. വൈറ്റമിൻ സി യൂസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് വൈറ്റമിൻ സിയും ഇതും ഏകദേശം എന്താ പറയുക
രണ്ടും നല്ല രീതിയിൽ എന്താ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. സോ അത് രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യാണ്ടിരിക്കുക, ബിക്കോസ് അതിന് നെഗറ്റീവ് റിയാക്ഷനാണ് ഉണ്ടാവുക. നിയാസിനമൈഡ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ യൂസ് ചെയ്യാം, ബിക്കോസ് അതിന് വലിയ, അതായത് എന്താ പറയുക, ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് നിയാസിനമൈഡ് എന്ന് പറയുന്നത്. സോ നിയാസിനമൈഡ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ യൂസ് ചെയ്യാം. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെന്താ പറയുക, പിന്നെ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളിത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് നേരെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് ലീവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏറ്റവും നല്ലത് യൂസ് ചെയ്യുന്നത് നൈറ്റ് യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് മോർണിംഗ് നിങ്ങൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം, ബിക്കോസ് നമ്മുടെ സ്കിന്നിന് അത്രയും എക്സ്ഫോളിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സൺ ഡാമേജ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ബേസിക്കലി നിങ്ങളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നല്ല രീതിയിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക, റീ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സൺ ഡാമേജ് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഞാനിപ്പോൾ ഫേസിൽ അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല, ബട്ട് എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട് കുറച്ചും കൂടെ. കാരണം ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്ത് 2-3 ടൈമിലും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയായിരുന്നു. പക്ഷെ ഇങ്ങനെ ചെറിയൊരു ബംസിന്റെ പ്രശ്നം വന്നുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. അത് എൻ്റെ കയ്യിൽ തന്നെ മിസ്റ്റേക്കാണ്. ഞാൻ സാലിസിലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും ഒരുമിച്ച് യൂസ് ചെയ്തു. ബേസിക്കലി നിങ്ങൾ ഈവൻ ഫേസ് വാഷ് ആണ് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്തതെങ്കിലും നിങ്ങൾ എന്താ സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്താലും ഒരിക്കലും ഒരുമിച്ച് ഒരേ ദിവസം യൂസ് ചെയ്യാണ്ടിരിക്കുക. അതൊരു ബിഗ് നോ ആണ്. സോ യെസ്, അപ്പം ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങി ട്രൈ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ധൈര്യമായിട്ട്, പക്ഷേ കുറച്ച് കൺസേണോട് കൂടിയും അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് കോഷ്യസ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ പൈസയ്ക്ക് വർത്താണ് ഈ പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റെ എൽബോസിലാണെങ്കിലും അണ്ടർആംസിലാണെങ്കിലും ഒക്കെ വർക്ക് ചെയ്തു. പിന്നെ എൻ്റെ ഡാൻഡ്രഫ് കുറേയൊക്കെ കൺട്രോൾ ചെയ്തു. സോ അതുകൊണ്ട് എനിക്കിത് വർത്തായിട്ടാണ് തോന്നിയത്. മേ ബി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വലിയ ബോട്ടിൽ വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട്. ഡിപ്പെൻസ്. പിന്നെ എന്താ പറയുക, ഇതെല്ലാവരും വാങ്ങിച്ച് ട്രൈ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും പറയില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ച് ട്രൈ ചെയ്യുക. ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം അപ്കമിങ് ബ്രൈഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നാൾ, ഒരു 5-6 മാസം മുന്നേ എങ്കിലും വാങ്ങി ഇത് സ്റ്റാർട്ട് ചെയ്യുക യൂസ് ചെയ്യാൻ. അത് മാത്രമല്ല മുഖത്ത് യൂസ് ചെയ്യുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക നിങ്ങൾ സ്പാച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കുറച്ച് കോഷ്യസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ കുറച്ച് പ്രൈസി ആണ്. നിങ്ങൾക്ക് അതിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു ബെറ്റർ ഓപ്ഷൻ നിങ്ങൾക്ക് മിനിമലിസ്റ്റിൽ വരുന്നുണ്ട്. മിനിമലിസ്റ്റിലും ഇതിൻ്റെ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ടോണർ വരുന്നുണ്ട്. അതാണെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. സോ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. പിന്നെ അത് മാത്രമല്ല, ഇനി കുറച്ച് പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കൂടെ ഞാൻ പറയാനുണ്ട്. കുറച്ച് പ്രൊഡക്റ്റ് വരാനുണ്ട്. അപ്പം അതിൻ്റെ റിവ്യൂസ് ഒക്കെ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. ബൈ.